ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആൻ്റപ്പൻ പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അലീന പറയുന്നത് ഒരു കാരണവശാലും നമ്മളൊന്നും കേൾക്കാൻ വേണ്ടി പോണ്ട. നമ്മൾ നിയമിച്ചിരിക്കുന്നത് മേംസാബല്ലേ, അദ്ദേഹം പറയുന്നത് മാത്രം നമുക്ക് കേൾക്കാന്ന്. എന്നിട്ട് അവിടേക്ക് ഒരു ജോലിക്ക് വരുന്ന ഒരു പെണ്ണിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ, അത് നമ്മുടെ അലീനയുടെ മുന്നിൽ വെച്ചിട്ട് അങ്ങ് ചെയ്യും. അന്നേരം അലീനയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പൗലോസിനോട് പറയും, പൗലോസേട്ടാ അതെടുത്ത് വെച്ചേക്ക് തിരികെ എന്ന് പറയുമ്പം, എനിക്ക് സൗകര്യമില്ല കുഞ്ഞ് പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യം ഇപ്പം എനിക്കില്ല, എന്നെ കുഞ്ഞല്ലല്ലോ ഇവിടെ നിയമിച്ചിരിക്കുന്നതെന്ന്. അപ്പോഴേക്കും നമ്മുടെ അലീനയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. ആ സഞ്ചിയിൽ നിന്ന് വെച്ച സാധനങ്ങൾ തിരിച്ചു വെക്കാതെ ഇവിടെ പണി എടുക്കേണ്ട പൗലോസേട്ടൻ എന്ന് പറയുമ്പോൾ, അത് കുഞ്ഞല്ലല്ലോ തീരുമാനിക്കേണ്ടത് എന്നും പറഞ്ഞ് തർക്കുത്തരം പറഞ്ഞ് അങ്ങ് പോകുവാണ്. നേരെ ചെല്ലുന്നത് സ്റ്റാൻലിയുടെ അടുത്തേക്ക് കേട്ടോ. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സ്റ്റാൻലിക്കാണെങ്കിൽ ദേഷ്യം വരുക. അവിടെ ആണെങ്കിൽ ഒന്നേറെ പട്ടാളച്ചിട്ടയാണല്ലോ, അപ്പോൾ അയാൾ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ, അതിൽ കയറിയിട്ട് നമ്മുടെ അലീന മാറ്റം വരുത്തുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ആ ഒരു പ്രഷർ വരികയാണ് കേട്ടോ. അങ്ങനെ നേരെ അലീനയുടെ അടുത്തേക്ക് ചോദിക്കാൻ വേണ്ടി വരുക സ്റ്റാൻലി. അന്നേരം അലീന അങ്ങ് കരഞ്ഞു പോകട്ടോ. എന്നിട്ട് പറയും, കഴക്കൂട്ടത്ത് ഒരു ഓർഫനേജിൽ ഭക്ഷണം കിട്ടാതെ ഒരു എച്ചിലിന് വേണ്ടി പോലും ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലിയുടെ മനസ്സിനകത്ത് കൊള്ളുവാണ് കേട്ടോ. സ്റ്റാൻലി ആണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണായിട്ട് അങ്ങനെ നിൽക്കുക. പിന്നീട് അന്ന് രാത്രി അപ്പച്ചനും സ്റ്റാൻലിയും കൂടെ ഭയങ്കര മദ്യപാനാണ്. അയാളാണെച്ചാൽ ഭയങ്കര ഓവറാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, അപ്പച്ച സ്റ്റാൻലി ജോസഫിന്റെ മകൾ അലീന മിടുക്കിയല്ലേ അപ്പച്ച എന്ന്. അതേ മിടുക്കിയാണ്, ആര് പറഞ്ഞു അല്ലാന്ന്? അവളുടെ പേരെ ഞാനങ്ങ് മാറ്റി, അലീനയല്ല ഇനി പ്രിൻസസ് ആണ്. കഴിഞ്ഞ 23 വർഷക്കാലം ഒരു അനാഥയെ പോലെ ആയിരുന്നു അപ്പച്ച അവള് ജീവിച്ചിരുന്നേ. അവളെ ഈ ലോകം മുഴുവൻ ഞാൻ ചുറ്റി കാണിക്കും. അതൊക്കെ കഴിഞ്ഞ് ആ രാജകുമാരിയെ ഞാൻ രാജകീയമായിട്ടൊരു കല്യാണം അങ്ങ് കഴിപ്പിച്ചു വിടും. എന്താ അപ്പച്ചാന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ തന്നെയല്ലടാ വേണ്ടതെന്ന് പറയുവാണ് കേട്ടോ അപ്പച്ചൻ. പിന്നെയും ഇതിങ്ങനെ തേട്ടി വരികയാണ്. കഴിഞ്ഞ 23 വർഷക്കാലം എൻ്റെ മകൾ തികച്ചും അനാഥയായി ജീവിക്കേണ്ടി വന്നു. എനിക്കത് ഓർത്തിട്ട് സഹിക്കാൻ മേല അപ്പച്ചാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അതേസമയം നമ്മുടെ അലീനയാണെങ്കിൽ സ്റ്റാൻലി വന്നിട്ട് അങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്ത് പറഞ്ഞല്ലോ, ആ സങ്കടത്തില് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണിക്കുക കേട്ടോ. പ്രമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.